സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി ഇനി അവരിൽ നിന്ന് പിറന്ന പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിറച്ചു, മരിച്ചിറക്കപ്പെട്ടു, പാതാളങ്ങളിറങ്ങി, മരിച്ചവരെ നാളെ ഉയർത്തു, സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പിന്നാൾമാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സമാധാനത്തിൻ്റെ രാജ്ഞി, സമാധാനത്തിൻ്റെ രാജ്ഞി, സമാധാനത്തിൻ്റെ രാജ്ഞി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. Showers of blessings, this is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. കുട്ടിയായിട്ട് നമുക്ക് പ്രധാന കവാടത്തെങ്കിലേക്ക് പോകാം. കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഹോന്നതമ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 6 3 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന്
മരണത്തിന് അവന്റെ മേലിനി അധികാരമില്ല. അവൻ മരിച്ചു, പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞങ്ങളിൽ നടന്ന ബുദ്ധിയെ സൂക്ഷിച്ചു. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമിൽ മനധാരി വന്നു നിറഞ്ഞു തുളുമ്പിടുമ്പോ രാജാവിൻ തിരുമുമ്പിൽ കീർത്തൻ മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനോഗ്രഹപൂരിത കവിത തുലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേയും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 3:13 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ യോഹന്നാൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്നെ മേൽ ഇറങ്ങി വരുന്നത് കണ്ട് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവായ ഈശോ മിശിഹായിൽ ഏറെ അനുഗ്രഹീതരായ അംബരീഷ്, ഡോണിയ ഇവരുടെ രണ്ടുപേരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തിലാണ്. കർത്താവിൻ്റെ വലിയൊരു ദാനം കർത്താവ് നൽകിയ ഈ കുടുംബത്തോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാനായിട്ടുള്ള ഒരവസരം മാമുദീസായിലൂടെ ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമാധാനം, സന്തോഷം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ ദൈവം ഒരു ഭവനത്തിന്, ഒരു കുടുംബത്തിന്, ദമ്പതികൾക്ക് നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം, നൂറുകണക്കിന് വ്യക്തികളാണ്, നമുക്കറിയാവുന്നവരും അറിയത്തില്ലാത്തവരുമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുടെ ഒരു കണ്ണുനീരിനും സമാധാനക്കേടിനും സങ്കടത്തിനും ഒക്കെ കാരണം. അവർ കല്യാണം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ് നാളുകളായിട്ടും ആഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണം, അതിൻ്റെ സന്തോഷത്തിൻ്റെ പൂർത്തീകരണം ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത് ലഭിക്കാതെ പോകുന്ന സാഹചര്യത്തിലാണ്. അന്നേരം നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷിക്കാനായിട്ട്, ദൈവത്തിന് നന്ദി പറയാനായിട്ടുണ്ട്. അന്നേരം ഇവരി നിങ്ങളെ സംബന്ധിച്ച് ഈശോയുടെ ബാല്യത്തിൽ യൗസപിതാവും മാതാവുമെല്ലാം ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കാനായിട്ട് പോയതുപോലെ തന്നെ ആ ഒരു മനസ്സോടെ,
ആ ഒരു വികാരത്തോടെ ദൈവത്തിന് നന്ദി പറയാനായിട്ടാണ് ഇവിടെ ഈ പരിശുദ്ധമായ അൾത്താരയ്ക്ക് ചുറ്റും നിങ്ങൾ നിൽക്കേണ്ടത്. എന്നിട്ട് നമുക്കറിയാം, സഭയിലെ കൂദാശകളെല്ലാം അങ്ങനെ ഒരു ഒരുക്കത്തിൻ്റെ കൂദാശയാണ്, കൃപയുടെ ഒരു കൂദാശയാണ്. അതുകൊണ്ടാണ് കൂദാശകളെല്ലാം പരികർമ്മം ചെയ്യപ്പെടുമ്പം വരപ്രസാദ അവസ്ഥ നമുക്കുണ്ടാകണം. അന്നേരം ഇതിന് തൊട്ട് മുമ്പ് ഇവർ രണ്ടുപേരും സംസാരിച്ചൊക്കെ ഒരുങ്ങി അങ്ങനെ വരപ്രസാദ അവസ്ഥയിലാണ്. അന്നേരം തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ നല്ല ഒരുക്കത്തോടെ ഈ കൂദാശയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അഭിനന്ദിക്കുകയാണ്, നന്മകൾ പ്രത്യേകം നേരുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ യാത്ര ലോകത്തിൻ്റേതായിട്ടുള്ള ഒരു യാത്രയോട് നിരന്തരമായി ഏറ്റുമുട്ടി മല്ലടിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ നമ്മൾ ഇന്നത്തെ സയൻസും കാര്യങ്ങളും എല്ലാം വളരുന്നതിന് വളരെ മുമ്പ് തന്നെ ഒരു 6 മാസം കഴിയുമ്പം 7 മാസമൊക്കെ ആകുമ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മയെ സ്വന്തം വീട്ടിലേക്ക് തറവാട്ടിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ചിലയിടത്ത് 6-7 മാസമൊക്കെ ആകുമ്പോഴാണ് നടത്തുന്നത്. അന്നേരം കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അങ്ങനെ ഒരു ആഘോഷമായിട്ടാണ് നടത്തുന്നത്. അന്നേരം ഇതിൻ്റെ ഉദ്ദേശം എന്നാണെന്ന് എനിക്ക് ആദ്യമേ കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി? ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാൽ പോരെ, അല്ലെങ്കിൽ അവിടെ പ്രസവിച്ചാൽ പോരെ? അവർ വളരെ നന്നായിട്ട് നോക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നോക്കാത്തവർ കാണുകയില്ല. ഒരുപാട് ആൾക്കാർ എത്ര നന്നായിട്ട് നോക്കിയാലും നോക്കാത്തവരാണേലും ഈ അമ്മയുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയക്കും. ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് ആദ്യമേ കുറേ കാലത്തേക്ക് എനിക്ക് പിടികിട്ടിയില്ല. അതിന് പിന്നീടാണ് എനിക്ക് ഇത് മനസ്സിലായത്. ഈ ശിശുക്കളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടിടയായ സാഹചര്യത്തിലാണ് ഈ ഒരു പുസ്തകത്തിൽ എനിക്ക് അത് വലിയൊരു അറിവ് പോലെ എനിക്ക് തോന്നി. അന്നേരം ഇവിടെ ഒരു 6-7 മാസമൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യത്തിന് ബോധവും ബുദ്ധിയും എല്ലാം ഈ ഉദരത്തിലായിരിക്കുന്ന ശിശുവിന് വളരാനായിട്ട് ആരംഭിക്കും. അന്നേരം ഈ പുറലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം, തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനായിട്ടുള്ള ശേഷി, അറിവെല്ലാം ഈ കുഞ്ഞിൽ വർദ്ധിച്ചിട്ടുണ്ട്. സെൻസേഷൻ കുഞ്ഞിന് മനസ്സിലാകും. മറ്റു കാര്യങ്ങളെല്ലാം പുറലോകത്തെ വികാര പ്രകടനങ്ങളെല്ലാം ഈ ശിശുവിന് മനസ്സിലാകും. അന്നേരം ഇവിടെ ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം അങ്ങനെ ഒരു ക്രമം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിന് ഉദ്ദേശം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാമല്ലോ, സ്വന്തം അമ്മ വഴക്കുണ്ടാക്കിയാലും നമുക്ക് അത്ര ഒരു പ്രശ്നമില്ല. സ്വന്തം അപ്പൻ 4 തെറി വിളിച്ചാലും നമുക്കത്ര പ്രശ്നമില്ല. അതേസമയം വേറെ ആര് വിളിച്ചാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതൊരു വേദനയ്ക്ക് കാരണമാണ്, ഒരു വിഷമത്തിന് കാരണമാണ്. ഇവ സഹോദരന്മാർ ഒരു രക്തത്തിൽ പിറന്നവർ ഒരു തെറി വിളിക്കുകയോ അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്താൽ അത് കുറച്ച് കഴിയുമ്പോൾ തീരുന്ന ഒരു പ്രശ്നമാണ്. അതിനൊരു അപ്പുറത്തേക്കുള്ള ആര് വിളിച്ചാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഹർട്ടാകും, നമുക്ക് വിഷമാകും, വിഷമാകും. അന്നൊരു ചെറിയൊരു നോട്ടം കൊണ്ടോ ചെറിയൊരു ഭാവം കൊണ്ടോ ചെറിയൊരു പെരുമാറ്റം കൊണ്ട് പോലും ഈ അമ്മയുടെ ഉദരത്തിലുള്ള ശിശു, ആ കുഞ്ഞ് അങ്ങനെ ഒരു വേദന, വൈകാരികമായിട്ടുള്ളൊരു മുറിവ് ഏൽക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ പുറകിലെ സാങ്കത്യം എന്ന് പറയുന്നത്. അന്നേരം നമുക്കറിയാം, ഈ എപ്പോഴും നമ്മൾ ഭർത്തൃ ഭവനങ്ങളിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയാൻ പറ്റിയല്ല. അന്നേരം അവിടുത്തെ സാഹചര്യങ്ങൾ, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം വളരെ വ്യത്യാസമുള്ളത് കൊണ്ട് എപ്പോഴും അത് കറക്റ്റായിട്ട് പോകണമെന്നില്ല. അന്നേരം ഈ പ്രകൃതിയിൽ അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു ചെറിയ കാര്യം പോലും അമ്മയ്ക്കുണ്ടാകുന്ന ആ ഒരു വിഷമം അത് യാതൊരു രീതിയിൽ ആ ശിശുവിനെ ബാധിക്കാനായിട്ട് പാടില്ല എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ്. അന്നേരം ഉദരത്തിലെ ശിശു ഏകദേശം കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള കാലം വരുമ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് പ്രസവത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കടന്നു പോകുക എന്നുള്ളത്. അവിടെ നമുക്കറിയാം, ഏതാനും മാസങ്ങൾ, ആ ചെറിയ ജനനത്തിൻ്റെ മാസങ്ങൾ അമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ്. അന്നേരം ഇങ്ങനെയെല്ലാം പ്രകൃതിയിൽ ദൈവം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെയെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അന്നേരം ശിശുവിനെ ദൈവം തരുമ്പം ആ ശിശുവിനെ വളർത്തുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്തം നമ്മളെ സംബന്ധിച്ച് ദൈവം പരമേൽപ്പിക്കുകയാണ്. അന്നേരം ഇത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലുള്ള പങ്കാളിത്തമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ആ പങ്കാളിത്തത്തെ ദൈവം എത്രമാത്രം ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തത് നമുക്കറിയാം. ഉൽപ്പത്തിയിൽ ഓരോ കാര്യങ്ങളും സൃഷ്ടിക്കുമ്പോൾ ദൈവം പറയുന്ന എല്ലാം നല്ലതായിരുന്നു എന്നാണ് പറയുന്നത്. അന്നേരം മനുഷ്യനെ സൃഷ്ടിക്കും ദൈവം പറയുന്നത് അത് വെരി ഗുഡ്, കൂടുതൽ നന്നായിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. അന്നേരം ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് ഒരു മോശവും വന്നിട്ടില്ല. അന്നേരം നമ്മുടെ വളർച്ചയുടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ കാര്യങ്ങളെല്ലാം, മോശമായ കാര്യങ്ങളെല്ലാം ഈ ശിശുവിലേക്ക് കടന്നു വരാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ പരിപാവനമായ ഒരു അന്തരീക്ഷത്തിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അന്നേരം ഇവിടെ നമുക്ക് ആ വലിയ ഉത്തരവാദിത്തമാണ് തിരുസഭ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, അനാവശ്യമായ വലിയ സംസാരങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഭവനങ്ങളാണ്. ഈ ഇടയ്ക്ക് അവിടെ ഡാനിയേൽ അച്ഛൻ ധ്യാനത്തിന് ആദ്യത്തെ ദിവസത്തെ പറയുന്നത് കേട്ടു.
ഇപ്പം നമുക്കറിയാം സീരിയൽ നടിമാരെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ യൂട്യൂബിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അന്നേരം ഈ ബാല എന്ന് പറയുന്ന നടി അവിടെ 4ാമത്തെ കല്യാണം കഴിച്ചു. നമ്മുടെ ഈ വീട്ടിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഇവരുടെ 4ാമത്തെ കല്യാണോ 3ാമത്തെ കല്യാണം നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഇടയ്ക്ക് CJ റോയിയുടെ ആത്മഹത്യ. ഈ CJ റോയിയുടെ ആത്മഹത്യ നമ്മളത് എത്ര പ്രാവശ്യം കേട്ടാലും എത്ര പ്രാവശ്യം ചർച്ച ചെയ്താലും നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. അന്നേരം ഈ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, അനാവശ്യമായ പ്രശ്നങ്ങൾ ആ കുടുംബത്തെ നരകതുല്യമാക്കി തീർക്കുന്ന സാഹചര്യം സൃഷ്ടിക്കും. അനാവശ്യ സംസാരങ്ങളെല്ലാം ശിശുവിലേക്ക് മനസ്സിലേക്കല്ല ഇങ്ങനെ വരികയാണ്. ചെറിയ പ്രായത്തിൽ മാതാപിതാക്കന്മാർ കലഹിക്കുമ്പോൾ ഭയത്തിൻ്റെ സാഹചര്യം ആ കുഞ്ഞിലുണ്ടാകുകയാണ്. അതിന് പിന്നീട് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും ഈ ചെറിയ ബാല്യത്തിൻ്റെ കാര്യങ്ങൾ അബോധ മനസ്സിൽ അത് തടിച്ചുകൂടി കോൺഫിഡൻസ് കുറവ്, ആത്മവിശ്വാസ കുറവ്, പ്രതിസന്ധികൾ നേരിടാൻ ധൈര്യമില്ലാത്തൊരവസ്ഥ, അങ്ങനെ ഭയത്തിൻ്റെ ഒരു സാഹചര്യം കുഞ്ഞിൽ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അന്നേരം നമുക്ക് അത്രമാത്രം പരിപാവനമായിട്ടുള്ള ഒരു സാഹചര്യം കുടുംബങ്ങളിൽ സൃഷ്ടിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അന്നേരം ഇവരെ സംബന്ധിച്ച് വളരെ സ്നേഹവും ബഹുമാനവും നന്മയും ഒക്കെയുള്ള ഒരു കുടുംബമാണ്. രണ്ടുപേരും നല്ല കുടുംബ പശ്ചാത്തലക്കാരാണ്. അന്നേരം ഇതിനെ നല്ലതായിട്ട് വളർത്തിയെടുക്കുക, അങ്ങനെ നല്ല മാതൃകയിൽ വളരുക, നല്ല മാതൃകയിൽ വളർത്തുക, ദൈവസ്നേഹത്തിൽ വളർത്തുക. നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ദൈവസ്നേഹത്തിൽ വളരാനൊക്കെയാണ്. അന്നേരം അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി നോക്കുന്ന പ്രത്യക്ഷത്തിലുള്ള വലിയ ലാഭങ്ങൾ ചിലപ്പോൾ നമുക്കില്ലെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അന്നേരം ഇതിന് നമ്മൾ സമയം കണ്ടെത്താനായിട്ട് നമുക്ക് സമയമില്ലാത്ത വരുന്ന സാഹചര്യം വരികയാണ്. നമുക്കറിയാം, നന്മയിൽ വളരുന്നവരെല്ലാം ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നവരാണ്. നമ്മളെ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കറിയാം. അന്നേരം അങ്ങനെ ആ ദൈവത്തിൻ്റെ പരിപൂർണമായ സ്നേഹത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഈ ശിശുവിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അങ്ങനെ ദൈവസ്നേഹത്തിൽ വളരുന്ന, ദൈവകൃപാവരത്തിൽ വളരുന്ന ആ ഒരു കുഞ്ഞായി മാറുമ്പം ഇവിടെ വചനത്തിൻ്റെ ഒരു അഭിഷേകം ഈ കുഞ്ഞിന് ദൈവം നൽകുന്നുണ്ട്. അവിടുന്ന് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും രീതിയിൽ വളർന്നു. അന്നേരം ഈ വചനത്തിൻ്റെ കൃപാവരം, ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ മാമോദീസായിലൂടെ ദൈവം ഇവിടെ ഈ കുഞ്ഞിന് നൽകുകയാണ്. വചനം പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയ്ക്ക് സ്വർഗത്തിൻ്റെ സ്വരം കൊടുത്ത അതേ വാഗ്ദാനം, അതേ സമ്മാനം ഈ എഡ്വിൻ ജോസഫിനും ദൈവം ഇവിടെ നൽകുകയാണ്. അവിടെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വാക്കോടെ. അന്നേരം നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്. വാത്സല്യഭാചനങ്ങളായി ദൈവത്തിൻ്റെ കൃപാവരത്തിലേക്ക് ജനിക്കുന്ന അവസരമാണ് ഈ മാമോദീസ എന്നുള്ള ചിന്ത നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവിധ നന്മകളാൽ ഈ ശിശുവിനെ അനുഗ്രഹിക്കട്ടെ. ഈശോ വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുവാൻ വേണ്ട കൃപാവരം ഈ ശിശുവിന് ലഭിക്കട്ടെ. നസ്രത്തിൽ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിച്ച ഈശോ ഈ ശിശുവിന് മാതൃകയായി തീരട്ടെ. അതിനെ തുടർന്നുള്ള കാർസോസ പ്രാർത്ഥനയിൽ കർത്താവെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശിശുവിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ കൃപാവരവും എല്ലാം സമൃദ്ധമായി ലഭിക്കാൻ വേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കുള്ള മറുപടിയായിട്ട് കർത്താവെ കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് ഈ കാർസോസ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് പറയുകയും ചെയ്യാം. മാമോദിസ വഴി ദൈവപുത്രനായി തീരുന്ന ഈ ശിശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ കൃപയുണ്ടാകണമേ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് അരുളി ചെയ്ത കർത്താവെ, മാമോദിസയിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രനാകാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൃപയുണ്ടാകണമേ. യോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചെന്ന കർത്താവെ, ദൈവഹിതം നിറവേറ്റി ജീവിക്കാനുള്ള കൃപാവരം ഈ ദാസൻ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൃപയുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മതത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത കർത്താവെ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൃപയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് നിന്റെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൃപയുണ്ടാകണമേ. തിരുസഭയുടെ അംഗമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൃപയുണ്ടാകണമേ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമാകും വിധം ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവന്റെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശയുടെ സഭ മുഴുവന്റെയും തലവനായ മാർലിയോ 14 മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജെയിംസ് മെത്രാനിയും അവരുടെ
ശുശ്രൂഷകളെയും ആത്മീയ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാമത്തെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമുദീസ നൽകുവാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയൻ്റെ കീഴിൽ ഒരാളിൽ ചേരുന്നതിൻ്റെ രക്ഷാകര ദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന് ചൈതന്യത ഈ ശിശുവിനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവയ്പിനായി നൽകുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ തോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കുകയും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഭയുടെ വിശ്വാസ പ്രമാണം ഈ ശിശുവിന് വേണ്ടി നമുക്ക് എത്തിച്ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികൾക്കുമുള്ള ആദിജാതനും ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സുഖത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനവും മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, ദൈവജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദിസയുടെ പരികർമ്മത്തിനൊരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശുദ്ധിയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ഈ ദാസനെ നീ തെരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാകുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് മാമുദീസ യോഹന്നാൽ നിന്ന് മാമുദീസ സ്വീകരിക്കുകയും മാമുദീസ നൽകുവാൻ ശ്ലീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂദാശയഥാവിധി പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അതിന്യായവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ.
മാമോദിസയിലൂടെ ദൈവമകനായി തീർന്ന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസന് വേണ്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സിയോൻ ശാലയിൽ പ്രാർത്ഥനാനിരതരായിരുന്ന ശിശുക്കൾ എന്ന പോലെ ഈ ദാസന് അങ്ങയുടെ പരിശുദ്ധാത്മാവിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇവനെ ശക്തനാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവനെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അരൂപിയാൽ പുനരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
നമുക്കെല്ലാവർക്കും നമ്മെ നാമത്തിനെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവൻ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങേ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങിൽ ആശ്രയം വയ്ക്കുവാനും ഇവൻ ശക്തനാക്കട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം നമുക്ക് ആലപിക്കാം. പരിശുദ്ധാത്മാവേ, നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. പരിശുദ്ധാത്മാവേ, നീയെഴുന്നള്ളി വരണമേ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. കേഴുവാത്മാവിനാശനീശുന്ന മോഹന ദിവ്യജ്ഞാനമേ. പരിശുദ്ധാത്മാവേ, നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയാൽ കാർമികൻ ഈ ദാസനെ മുദ്രിതനാക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശുദ്ധിയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനയച്ച് അവരെ ശക്തിപ്പെടുത്തി അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശ്ലീഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിന് ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ഈ ദാസന് നൽകുന്നതിന് എളിയവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവ ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ സുവിശേഷം
അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സുഖത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ദുഷ്ടാരൂപയിൽ നിന്ന് ആത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അവിടുന്ന് കാര്യം അങ്ങ് നൽകി കർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തി സമ്മതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ കാർത്തിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ.
ആരാധ്യം രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തരിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും നാവുകളിൽ നിറഞ്ഞതയും സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവിടുന്ന് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരോടും ശ്രാഫന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധി പാടും
വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ച് ഞങ്ങളെ സമധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ബലഹീന പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ റോമായിലെ ലിയോ 14 പാപ്പായ്ക്കും സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പോലിത്തായ്ക്കും അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തായ്ക്കും രൂപതാധ്യക്ഷ പിതാവുമായ ജെയിംസ് മെത്രാനും വിശുദ്ധ കത്തോലിക്കാ സഭ പുരോഹിതർ സമർപ്പിതരമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കു വേണ്ടി ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകരുടെയും ബഹുമാനത്തിലും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അവിടുത്തെ കാരുണ്യം പ്രത്യാശയോടെ കാത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന് പ്രത്യേകമായി ഇന്ന് മാമുദീസയിലൂടെ അവിടുത്തെ ഭൗതിക ശരീരംഗമായി തീർന്ന എഡ്വിൻ ജോസഫിന് വേണ്ടി ഇവരുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി വളരുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി അയോഗ്യനും കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും പ്രിയപുത്രനായി ഈശോമിശിഹായും അയച്ചുവെന്ന ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും സംസ്കാരത്തിന്റെയും സ്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നിന്നെ പ്രതിവൃത്തി എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമലക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയെ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്തോത്രവും
ലോകത്തിനോട് മരിച്ചവർ നൽകുന്നതുമാണ് പ്രവർത്തിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുവോ എന്നിൽ ജീവിക്കും തേടുമവൻ സ്വർഗം പരിശുദ്ധാത്മാവും സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അത്യാദരങ്ങളോടെ സമീപിക്കാം. ഭക്തിയൊടങ്ങി കൈക്കൊണ്ടീല റൂഹായാലതിർമലരത്തീരാ യോജിപ്പോടും സ്നേഹാരൂപിലും ഉൾക്കൊള്ളാം ദിവ്യമരഹസ്യങ്ങൾ. ഞങ്ങൾക്കിവൻ ഉത്താനത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടൊന്ന് ശ്രദ്ധിക്കുവാൻ ഞങ്ങളുടെ തരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ.
കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവം, കൃപാവുടനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സഭയിൽ അവിടുത്തേക്ക് വിശ്വവും എല്ലാ സമയവും അവിടുത്തേക്ക് നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നെ കാത്തിരിക്കുന്ന നാഥാ, അപ്പത്തിൻ മീശയാമൾ താരയിൽ എന്നെ കാത്തിരിക്കുന്ന നാഥാ, നീ എന്നിലൊന്നായി വസിച്ചിടുവാ, ഞാൻ നിന്നിലൊന്നായി അണിഞ്ഞിടുവാ. എനിക്കായി ഞാൻ കൊതിച്ചിരുന്നു, നിനക്കായി ഞാൻ ദാഹിച്ചിരുന്നു. അപ്പത്തിൻ മേശയാമൾ താരയിൽ എന്നെ കാത്തിരിക്കുന്ന നാഥാ, എന്നൊപ്പമാകാം കുർബാനയായവനേ, എൻ ജീവിതം ബലിയായി മാറ്റണമേ. എന്നൊപ്പമാകാം കുർബാനയായവനേ, നിൻ ജീവിതം ബലിയായി മാറ്റണമേ.
ഈശോയും ഞാനും ഒന്നായ നേരം ജലതിയിലറിഞ്ഞൊരു മഴത്തുള്ളിയാ. ഈശോയും ഞാനും ഒന്നായ നേരം ജലതിയിലലിഞ്ഞൊരു മഴത്തുള്ളിയാ. മർത്യകരങ്ങളാൽ തീർത്തൊരു സക്രാരി പോൽ എന്നുള്ള സക്രാരിയാ. മധ്യകരങ്ങളാൽ തീർത്തൊരു സക്രാരി പോൽ എന്നുള്ള സക്രാരിയാ. എന്നൊപ്പമാകാൻ കുർബാനയായവനേ, എൻ ജീവിതം ബലിയായി മാറ്റണമേ. എന്നൊപ്പമാകാൻ കുർബാനയായവനേ, എൻ ജീവിതം ബലിയായി മാറ്റണമേ. പാപിയമെന്നെ മാറോടു ചേർക്കാൻ പാവന സ്നേഹമായി തീർന്നവനേ. പാപിയമെന്നെ മാറോടു ചേർക്കാൻ പാവന സ്നേഹമായി തീർന്നവനേ. കരുണതൻ രൂപമായി പാരിതിൽ വാണിടുവാൻ ഉസ്തിരൂപാമേ കൃപയേകണേ. കരുണതൻ രൂപമായി പാരിതിൽ വാണിടുവാൻ ഉസ്തിരൂപാമേ കൃപയേകണേ. അപ്പത്തിൻ മേശയാൽ താഴയിൽ എന്നെ കാത്തിരിക്കുന്ന നാഥാ. അപ്പത്തിൻ മേശയാൽ താഴയിൽ എന്നെ കാത്തിരിക്കുന്ന നാഥാ. നീ എന്നിലൊന്നായി വസിച്ചിടുവാൻ ഞാൻ എന്നിലൊന്നായി അലിഞ്ഞിടുവാൻ നിനക്കായി അതിയായി ഞാൻ കൊതിച്ചിരുന്നു. നിനക്കായി അതിയായി ഞാൻ ദാഹിച്ചിരുന്നു. അപ്പത്തിൻ മേശയാൽ താഴയിൽ എന്നെ കാത്തിരിക്കുന്ന നാഥാ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ ശിഖായെ ഞങ്ങൾ വഹിത ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അവിടുത്തെ തിരുസന്നിധിയിൽ സന്തോഷിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവിൻ തിരുമുൻപിൽ വന്നത് ഭക്തി വിശ്വാസം ഞങ്ങൾ കൈക്കൊണ്ടോരിരഹസ്യങ്ങൾ പാപം
പരിശുദ്ധാത്മാവിന്റെ കൃപാർത്ഥവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യതപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സ്നേഹമുള്ളവരെ, അംബരീഷിൻ്റെയും ടോണിയായുടെയും ആദ്യത്തെ കൊച്ചായ എഡ്വിൻ്റെ നമ്മുടെ മാമുദീസായിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിലുള്ള അതിയായ സന്തോഷം പ്രത്യേകം നേരുകയാണ്. നിങ്ങൾക്ക് ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ദൈവം എല്ലാവിധ നന്മകളാൽ നിങ്ങളെ പ്രത്യേകം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജോസിയേട്ടനും കുര്യൻ ചേട്ടനും 2 ചേച്ചിമാർക്കും പ്രത്യേകം എല്ലാവിധ നന്മകളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോയുടെ രക്തത്താൽ ഈ ശിശുവിനെ അവിടുന്ന് കഴുകി വിശുദ്ധീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ വാഗ്ദാനം ഈ ദാസനിൽ നിറവേറ്റിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മകനെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സമ്പന്നനുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിലും ആത്മാവിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർയൗസേപ്പിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് സ്ലീഹായുടെയും ഈ ശിശുവിന് പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന് നാമത്തിന് കാരണഭൂതനായ വിശുദ്ധ ജൗസേപ്പിൻ്റെ ജീവിത മാതൃക ഇവന് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സെൻറ്ററിലെ മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്താപുത്രനായി ജീവിക്കുവാൻ അവർ നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷ സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതനായി തീരട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗസൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ഫലവും നൽകി അവിടെ നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യനാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ടെല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സുസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സുസ്തി. ഇതിൽ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. Salvation out of my knees. There is nothing better than knowing we are redeemed. I'm believing, trusting in creative hands. I am praying for our world to bow to your plan. And this one thought is unmistakable. Take up my cross and follow you, Lord.
ഈശോയിൽ ഈശോയുടെ സ്വന്തമായി തീർന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമുക്ക് ഡെന്നിയെയും ഡോണിയായെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ കുഞ്ഞുവാവയുടെ പേര് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അത് നമ്മളിവിടെ അനാവരണം ചെയ്യും, അന്നേരം ഞാൻ പറയുള്ളൂ. അതുവരെയും കുഞ്ഞുവാവ എന്ന് മാത്രം പറയുന്നു. കുഞ്ഞുവാവയും ഏറെ സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കൈയടിച്ച് അവരെ സ്റ്റേജിലേക്ക് സ്വീകരിക്കാം. ഇവരോടൊപ്പം ഇവരുടെ മാതാപിതാക്കളെയും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. കുര്യാക്കോസ് കുര്യാളശ്ശേരിയെയും അതുപോലെ തന്നെ ലിസ കുര്യാളശ്ശേരി രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡോണിയയുടെ പപ്പയും മമ്മിയെയും ജോസ് എടക്കാട്, ആലീസ് എടക്കാട് ഇവരെയും സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിസ്മതയെ കൂടി സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈശോയുടെ സ്വന്തമായി തീർന്നുകൊണ്ട് നമ്മുടെ ഒരു ക്രിസ്ത്യാനി കുട്ടിയായി നമ്മോടൊപ്പം ആയിരിക്കുന്ന ഈ കുഞ്ഞുവാവയുടെ പേര് ഇപ്പോൾ നമുക്ക് അനാവരണം ചെയ്യാം. അതിന് തൊട്ടു മുമ്പായി നമ്മളൊരു പ്രാർത്ഥനാഗാനം ആലപിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ചടങ്ങിലേക്ക് പ്രവേശിക്കുക. പ്രാർത്ഥനാഗാനത്തിനായിട്ട് നിസ്മിതയെയും ക്രിസ്റ്റീനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും കൃപാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കിടും കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്കിരിക്കാം. അടുത്തതായി നമ്മളിപ്പോൾ ഇത്രയും നീളം കുഞ്ഞുവാവ എന്നൊക്കെ വിളിച്ച ഈ കുഞ്ഞുവാവയുടെ പേരറിയാവോ? എല്ലാവരും കൂടെ ഒന്ന് ഉറക്കെ പറയാവോ? എഡ്വിൻ ജോസഫ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തു, അപ്പനും അമ്മയും കൂടെ പോയി ആ പേരൊന്ന് അനാവരണം ചെയ്യുകയാണ്. ഇപ്പോൾ
സൈഡ് നീക്കുന്നു. കൈയടിക്കാം. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that അപ്പം നമ്മൾ കേക്ക് കെട്ടുകയും ചെയ്യുകയാണ്. നമുക്ക് കൈയടിക്കുക, എല്ലാവർക്കും കൈയടിച്ച് കേക്ക് നമ്മുടെ എഡ്വിന് ആദ്യം കുറച്ച് മധുരം നൽകിക്കൊണ്ട് മാതാപിതാക്കൾ പരസ്പരം മധുരം നൽകട്ടെ. മാതാപിതാക്കൾ പരസ്പരം കേക്ക് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും മധുരം. ഇവരുടെ സന്തോഷം, പുരിയാളശ്ശേരി കുടുംബത്തിന്റെ സന്തോഷത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Congratulations and celebrations. I want the world to know I'm happy as can be. I want the world to know I'm happy as can be. കുര്യാക്കോസ് ലിസ ദമ്പതികളുടെ മകനായ ഡെന്നി എന്ന് പറഞ്ഞാൽ ആരും തന്നെ അധികം അറിയേല. നമ്മുടെ എല്ലാവരുടെയും അമ്പരിയാണ്. അമ്പരിയും അതുപോലെ ഡോണിയ ഇവരുടെ മകനാണ്, കടിഞ്ഞൂൽ പുത്രനാണ്. അപ്പോൾ ഈ എഡ്വിൻ ജോസഫ് കുരിയാളശ്ശേരിയിൽ ഒരു അംഗം കൂടിയായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറിക്കൊണ്ട് തിരുസഭയുടെ അംഗമായി മാറി ഇന്ന് ഇപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ വന്നിരുന്നവർക്ക് ഈ മാതാപിതാക്കളെയും കുഞ്ഞിനെയും വിഷ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് മാതാപിതാക്കളെയും കുഞ്ഞിനെയും വിഷ് ചെയ്ത് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Beautiful, beautiful, no other name I knew from the moment you came. I see in your eyes the dawn of a day when nothing will ever be the same. Feel my heart beating through my chest. I'll get used to just saying yes, yes.
joy through your pain. I can't protect you from every heartbreak. The world isn't easy that way. But I'll be there for you when you call, there to pick you up when you fall. Yes, I'll love you with all I am. Yes, tonight is where we begin. And ooh, I wanna dance with you. Ooh, I promise to stand for you. Oh, oh, ooh, I'd do anything for you. Oh yeah, oh yeah. Tonight, my love, all I want. I wanna sing for you. Yeah, I'll sing for you. Happy birthday, baby. Happy birthday to you. Happy birthday, baby. Happy birthday to you. Beautiful, beautiful, no other name. I knew from the moment you came. I got a feeling that tonight's gonna be a good night. That tonight's gonna be a good night. That tonight's gonna be a good, good night. A feeling that tonight's gonna be a good night. That tonight's gonna be a good night. That tonight's gonna be a good, good night. A feeling that tonight's gonna be a good night. That tonight's gonna be a good night. That tonight's gonna be a good, good night. A feeling that tonight's gonna be a good night. That tonight's gonna be a good night. That tonight's gonna be a good, good night. Tonight's the night. Let's live it up. I got my money. Let's spin it up. Go out and smash it. Like oh my God. Jump out that sofa. Let's kick it off. I know that we'll have a ball if we get down and go out and just lose it all. I feel stressed out, I wanna let it go. Let's go way out, spaced out, and losing all control. Fill up my cup. Mazel tov. Look at her dancing. Just take it off. Let's paint the town. We'll shut it down. Let's burn the roof. And then we'll do it again. Let's do it. Let's do it. Let's do it. Let's do it. And do it. And do it. Let's live it up. And do it. And do it. And do it. Do it. Do it. Let's do it. Let's do it. Let's do it. 'Cause I got a feeling that tonight's gonna be a good night. That tonight's gonna be a good night. That tonight's gonna be a good, good night. A feeling that tonight's gonna be a good night. That tonight's gonna be a good night.
that tonight's gonna be a good, good night. I feel tonight's the night. Hey, let's live it up. Let's live it up. I got my money. Hey, let's spin it up. Let's spin it up. Go out and smash it. Smash it. Like oh my god. Like oh my God. Jump out that sofa. Come on. Let's get off. Fill up my cup. Drink. Mazel tov. Look at her dancing. Move it, move Just it. take it off. Let's paint the town. Paint the town. We'll shut it down. Shut it down. Let's burn the roof. And then we'll do it again. Let's do it. Let's do it. Let's do it. Let's do it. And do it. And do it. Let's live it up and do it. And do it. And do it. Do it. Do it. Let's do it. Let's do it. Let's do it. Do it. Do it. Do it. Here we come. Here we go. We gotta rock. Easy come. Easy go. Now we on top. Feel the shot. Body rock. Rockin', don't stop. Round and round. Up and down. Around the clock. Monday, Tuesday, Wednesday, and Thursday. Friday, Saturday, Saturday to Sunday. Get with us. You know what we say. Party every day. Party every day. And I'm feeling that tonight's gonna be a good night. That tonight's gonna be a good night. That tonight's gonna be a good, good night. I'm feeling that tonight's gonna be a good night. That tonight's gonna be a good night. That tonight's gonna be a good, good night. Come on, get on up. We're wild and we can't be tamed, and we're turning the floor into a zoo. We live in a crazy world, caught up in a rat race. Concrete jungle life, sometimes a mad place. It's you and me together, the end of a wild day. Don't keep it all bottled up and release your energy. Only reason we are here is to celebrate in a place where anyone can be anything. Hold on to this moment, don't let it fade away. Baby, keep the music playing. Come on, get on up. We're wild and we can't be tamed, and we're turning the floor into a zoo. Come on, keep it up. It's fun if you're down to play, and we're turning the floor into a zoo. No chance to cool down, continuous seek and find. What do we do now? It's all about finding love, sometimes hard to come by, but when it comes to us, it's always a good time. Only reason we are here is to celebrate in a place where anyone can be anything. Hold on to this moment, don't let it fade away. Baby, keep the music playing. Come on, get on up. We're wild and we can't be tamed, and we're turning the floor into a zoo. Come on, keep it up. It's funny if you're down to play, and we're turning the floor into a zoo. A zoo. A zoo. A zoo. A zoo. I'll take you higher. I'll take you higher. We can be taken, baby. I'll take you higher. I'll take you higher.